വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. വീക്കെൻഡാണ്, കുറേ നാളായല്ലോ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു സ്ഥലത്ത് പോകണം, ഫുഡ് കഴിക്കാൻ പോവാണ്. അതായത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എന്താ പറയുക ഷോപ്പിൽ പോയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഉണ്ടാവുമോ ഇപ്പം ഇത്തിരി ലേറ്റായി ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഇത്ര ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ലോങ് വീഡിയോസ് ആയിട്ടാണെങ്കിലും ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ടാണെങ്കിലും എപ്പോഴും വിചാരിക്കും കേട്ടോ വീഡിയോസ് ഇടണമെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് എങ്ങനെയാണെങ്കിലും അതൊന്നും ഞാൻ വിചാരിച്ച പോലെ നടക്കില്ല. ഇപ്പോഴാണെങ്കിലും 2-3 ലോങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എന്താ പറയുക എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എൻ്റെ ക്ലാസ്സൊക്കെ കഴിയാൻ പോവാണ്. അപ്പം ആ ഒരു ഫൈനൽ സ്റ്റേജ് ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കാണ്. ഒരുപാട് അസൈൻമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി എന്താ പറയുക ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഹോപ്പ്ഫുള്ളി എന്നും ആക്റ്റീവായിട്ടൊക്കെ വീഡിയോസ് ഇടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഞാനൊരു 100 days ഓഫ് ഹാപ്പിനെസ് ചലഞ്ചൊക്കെ ആയിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 25 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഒന്ന് മുടങ്ങിപ്പോയായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ എന്താ പറയുക ഒട്ടും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ തിരക്ക് പറഞ്ഞ പോലെയും അസൈൻമെൻറ്റ്സ് ക്ലാസ്സിങ്ങനെ ഇങ്ങനെ തിരക്കുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് സൗകര്യം നോക്കി എന്താ പറഞ്ഞേ ഇതേപോലെ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ എന്തായാലും ഞാനിത് റീസ്റ്റാർട്ടും കൂടി ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യണ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പോൾ കുറച്ച് പേര് അത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആളൊക്കെ എന്നോട് പറഞ്ഞ് സംസാരിച്ചു ഇങ്ങനെ അത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര മോട്ടിവേഷനൊക്കെ. അപ്പോൾ ആളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെയും കൂടി കണ്ട് കുറച്ച് പേർക്കും കൂടി അങ്ങനെ ഇൻസ്പിറേഷൻ ആവുമെന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഈ സാധനം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത്. റീസ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക കണ്ടിന്യൂറ്റി പോയടുത്തുനിന്ന് എന്തായാലും ഞാനത് തുടങ്ങുകയാണ്. എത്ര ദിവസം പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇതേപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് മുടക്കുകൾ വരാമല്ലോ ലൈഫിൽ. അപ്പോൾ എന്തായാലും മാക്സിമം ഇനി അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കണേ. അപ്പോൾ നോക്കാം എന്തായാലും അതൊക്കെ പറ്റുമെന്ന്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാട്ടോ. ഞങ്ങളിങ്ങനെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലത് കിട്ടുന്ന, അതും കനേഡിയൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന നല്ല സ്ഥലം നോക്കിയപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു പ്ലേസ്. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടേക്കാണ് പോണേ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി തുടങ്ങി. സ്പ്രിങ് ശരിക്കും പറഞ്ഞാൽ സ്പ്രിങ് അനൗൺസ് ചെയ്ത സമയം തൊട്ട് ആ ഒരു ഫുൾ വീക്ക് ഇവിടെ സ്നോ ആയിരുന്നു. ഇന്നലെയും ഉണ്ടായിരുന്നു സ്നോ, പക്ഷെ അത്യാവശ്യം ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏപ്രിൽ കുറച്ചായല്ലോ, അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം വെയിലാണെങ്കിൽ പിറ്റേ ദിവസം സ്നോ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മഴയായിരിക്കും. എന്താ പറയുക ഒരു ഇതില്ലാത്ത പോലെ ഇപ്പം നാട്ടിലും ഒരു നമുക്ക് എത്തുമ്പോഴത്തില്ലാത്ത ക്ലൈമറ്റ് പോലെ തന്നെ ഇവിടെ അങ്ങനെ. അപ്പം ക്ലൈമറ്റൊക്കെ ഏകദേശം ശരിയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വലിയ കറുത്ത കോട്ടിൽ നിന്നും ചെറിയ ചെറിയ കോട്ടിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ഈ സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ വന്നേക്കണേ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെന്ററിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്നിവിടെ. ഇവിടെ ഈ സ്ഥലത്ത്. എന്താ അറിയില്ല, ചിലപ്പോൾ വീക്കെൻഡ്സ് ആയ കാരണമായിരിക്കാം. എന്തായാലും പോയി നോക്കട്ടെ. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഇമ്പ്രഷനൊക്കെ ഉണ്ട്. ഞകത്ത് കയറിയിട്ട് ഫുഡിൻ്റെ ഇതൊക്കെ നോക്കട്ടെ. പൊതുവേ ഇങ്ങനത്തെ കനേഡിയൻ ഫുഡ്സൊക്കെ എനിക്ക് ചിലതൊക്കെ ഇഷ്ടമാവുള്ളൂ. എല്ലാം ഒന്നും എനിക്കിപ്പോഴും അങ്ങനെ അതിൻ്റെ ഫ്ലേവേഴ്സും ടേസ്റ്റും ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മെനു കാർഡൊക്കെ തന്നു അവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമ്മളതൊരു ഫെമിലിയർ അല്ലല്ലോ ആ ഫുഡൊക്കെ ആയിട്ട്. എന്നാലും പിന്നെ കുറേ നേരം ഇരുന്ന് വായിച്ച് അവസാനം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു ട്രോപ്പിക്കൽ മാംഗോ സ്മൂത്തിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ശരിക്കും റിയൽ ഫ്രൂട്ട് ടേസ്റ്റ് ഒക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ ചതി പറ്റിപ്പോയി, അതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് പിടിച്ചില്ല. കാര്യം പൈനാപ്പിൾ, മാംഗോ ഇതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് വരുന്നുണ്ടെങ്കിലും എല്ലാവരും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടാവുന്നു ഞങ്ങളുടെ ഫുഡ് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, നിറച്ച ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് സ്റ്റാക്ഡ് പാൻ കേക്ക്സും ജിബിന് ഓർഡർ ചെയ്തത് ഒരു ഗുവാക്കമോളി ടോസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക എൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞ പാൻ കേക്ക്സും കുറച്ച് പൊട്ടാറ്റോ ഫ്രൈസ്, പിന്നെ ഒരു ഓംലേറ്റ്, സോസേജ്, ഹാം, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത്യാവശ്യം എല്ലാം നല്ല ഫ്ലേവേഴ്സ് തന്നെയായിരുന്നു. പിന്നെ ജിബിൻ്റെ ഉണ്ടായിരുന്നത് അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു ടോസ്റ്റാണ്. അതിലും ഈ പറഞ്ഞ പോലെ എഗ്സും ഹാമും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിബിൻ്റെ എക്സ്ട്രാ ഒരു ഫ്രൂട്ട് ബൗളും കൂടി ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ ഫ്ലേവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. ഓവർ ഫ്ലേവേർഡ് ഒന്നുമല്ല, അതിൻ്റെ ഒരു എന്താ പറയുക നാച്ചുറൽ ഫ്ലേവേഴ്സിലായിരുന്നു ഫുഡൊക്കെ. പിന്നെ എന്താ പറയുക ഈ ഫോർക്കും ഇതൊക്കെ വെച്ച് കഴിക്കേണ്ട കാരണം എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് കൈ കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അങ്ങനെ അവസാനം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഭയങ്കര ഹെവി ഫീലിംഗ് ആയിരുന്നു. അയ്യോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഭയങ്കര ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഞാൻ പിന്നെ ഇത്ര കാര്യമായിട്ടൊന്നും അങ്ങനെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരു കൂട്ടത്തിലും കൂടിയാണ്.
മാക്സിമം ഒക്കെ കഴിച്ചു. പക്ഷെ എന്നാലും എല്ലാം എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഒരു പാൻ കേക്ക് എൻ്റെ ബാക്കി വന്നു ലാസ്റ്റ്. പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇനി ഞങ്ങൾക്ക് വാൾമാർട്ടിൽ കയറണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് പറ്റിയൊന്ന് കോസ്കോയിൽ പോകണം, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. വാൾമാർട്ടിൽ ഷോപ്പിംഗ് വളരെ വേഗം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആകെ 1-2 സാധനങ്ങളെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വാൾമാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇനി കോസ്കോ പോവാണ്, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ എന്താ പറയുക, ഒരു കാര്യം പറയണത് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയും. അത് ആക്ച്വലി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളൊന്നാമത് ഇറങ്ങാൻ ലേറ്റ് ആയി ഇത്തിരി. പിന്നെ അവിടെ ചെന്ന് വെയിറ്റിംഗ് ടൈം ഒക്കെ ആയിട്ട് ശരിക്കും അതൊരു ബ്രഞ്ച് പോലെ, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. പക്ഷെ എന്നാലും ഭയങ്കര ഹെവി മീലായിരുന്നു. അത്യാവശ്യം എന്താ പറയുക നല്ല ഫുഡ് തന്നെയായിരുന്നു, നല്ല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാൻ കേക്ക് ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലുണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വീട്ടിലുണ്ടാക്കി കഴിക്കുക, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോസ്കോയിലേക്കാണ്. അവിടെയും ഞങ്ങൾക്ക് അധികം ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ, സമ്മർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറച്ച് സ്കിൻ കെയർ സാധനങ്ങൾ മാത്രം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. അങ്ങനെ കോസ്കോത്തെയും പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട്, ഇപ്പോൾ എസ്പെഷ്യലി ഇവിടെ സമ്മറൊക്കെ തുടങ്ങുകയാണ്, അപ്പം സ്പ്രിംഗ് ഒക്കെ അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, മുഖത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കറുത്ത കുത്തും കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര സെൻസിറ്റീവാണ് ഇവിടുത്തെ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര പ്രശ്നമാണ്, ഈ UV റേഡിയേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, സൺസ്ക്രീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് മെയിനായിട്ട്. വേറെ പ്രത്യേകിച്ച് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇനി എന്താ, ഈ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫുൾ ഡേ ഒന്നും ആയിട്ടില്ലല്ലോ, ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി ഹോപ്പ്ഫുള്ളി വേഗം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ചിലതിന് എല്ലാവർക്കും ബൈ.